ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നാളെ ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി അശ്വിനി വൈഷ്ണവ സമ്മാനിക്കും. അവാർഡിന് അർഹരായ പ്രമുഖരുമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നടത്തുന്ന മീറ്റ് ആൻഡ് ദി ഗ്രീറ്റ് പരിപാടി ഡൽഹിയിൽ അല്പസമയത്തിനകം തുടക്കമാകും. അതിന് മുന്നോടിയായി ചടങ്ങിലെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത് കൂടി ചേരും. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയായി ഒരുക്കങ്ങൾ? സജ്ജീകരിച്ചിട്ടുള്ളത് അതായത് ഡൽഹിയിൽ ഇതിപ്പോൾ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് 5ാമത്തെ സീസണാണ്. സീസൺ 5 ആണ് ജനം ഗ്ലോബൽ എക്സലൻസ് അവാർഡിൻ്റെത്. അത് 2 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മന്ത്രി ജോർജ് കുര്യനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതോടൊപ്പം ഈ അവാർഡ് ജേതാക്കളും തമ്മിലുള്ള ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നൊരു പരിപാടിയാണ്. അദ്ദേഹം ഇപ്പോൾ അനൗദ്യോഗിക ഒരു കൂടിക്കാഴ്ച, ഒരു സൗഹൃദ കൂടിക്കാഴ്ച ഇവരുമായി നടത്തും. അതിനുശേഷമായിരിക്കും ഈ ബിസിനസ് സംഘത്തെ അവരുടെ അനുഭവ സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അങ്ങനെ അത്തരത്തിലൊരു അനൗദ്യോഗിക കൂടിക്കാഴ്ച, ഒരു സൗഹൃദം പങ്കിടലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാതാവും ജനം ടിവിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ സുരേഷ് കുമാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാട്രൺ, ജനം ടിവിയുടെ പാട്രണായ എ ജയകുമാർ ഇപ്പോൾ ഈ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ അവാർഡ് ജേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവാർഡ് വാങ്ങിയ നമ്മളൊക്കെ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാ സമയത്തും നമ്മളോടൊപ്പം എടുക്കുന്ന നമ്മുടെ പ്രീതനായ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷത്തെ പരിചയമാണ്. എങ്കിൽ കൂടി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഇല്ലാതെ സൈലൻ്റായിട്ട് ഈ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയും അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ വളരെ കണ്ടിട്ടുണ്ട്. വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള ക്യാരക്ടർ. എന്തായാലും നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിലും ജനം ടിവിയോടൊപ്പം എന്നും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞങ്ങളൊരു മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയിരുന്നു കൂടുകയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് പറ്റുന്ന എല്ലാ ഹെൽപ്പും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ചെയ്തു തരാറുണ്ട്. അതിനുള്ള നന്ദി ജനം ടിവിയുടെ ഭാഗത്തു നിന്ന് ഞാൻ അറിയിക്കുന്നു. എന്നും നമ്മളോട് ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ജനം ടി വിക്ക് വേണ്ടിയിട്ട് സ്വാഗതം പറയുന്നു. പ്രിയപ്പെട്ട ജയകുമാർജി എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നമ്മുടെ സംഘപ്രചാരകനാണ്. അദ്ദേഹം ജനം ടി വിയുടെ പ്രഭാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആണ് ജനം ടി വിയുടെ ചാർജ്. ഇത് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന ഒരാളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഹെലികോപ്റ്ററോ പ്ലെയിനോ വാങ്ങിച്ചു കൊടുത്താൽ പോലും തികയില്ല. അങ്ങനെയാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. അല്ല, മിന്നൽ പോലെയാണ് അദ്ദേഹം വന്ന് ഓരോ സ്ഥലത്തുനിന്നും മാഞ്ഞു പോകുന്നത്. അത്രത്തോളം ട്രാവൽ ചെയ്ത് ആരോഗ്യമൊന്നും സൂക്ഷിക്കാതെ ഓടി നടക്കുന്ന ഒരാളാണ്. ഈയിടെ ഒരു 5 ദിവസം നമ്മുടെ അബിയുടെ ആത്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി 5 ദിവസം ചികിത്സയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അതെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് അവിടെ പോയി കിടന്നത്. അപ്പോൾ ആരോഗ്യം പോലും കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന്. ഒരു സമയം പോലും കിട്ടാറില്ല. അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ട് നമുക്കൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലേക്കായി. മന്ത്രിയെക്കാട്ടിലും ബിസിയാണ് അദ്ദേഹം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.
പിന്നെ ഇവിടെ ഓരോരുത്തരും ഇവിടെ എത്തിയവർ എനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. ഡോക്ടർ അഞ്ജു മജീദ് പ്രത്യേകം സ്വാഗതം. ഐശ്വര്യ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഐശ്വര്യ എൻ്റെ മകളുടെ സുഹൃത്താണ്. നമ്മളുമായിട്ടൊക്കെ എത്രയോ കാലത്തെ ബന്ധമാണ്. ഐശ്വര്യയുടെ അച്ഛനും കാര്യങ്ങൾക്കൊക്കെ നന്ദിലത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വീടുകളുടെ സ്വന്തം പേരാണത്. പിന്നെ അടുത്തത് ഡോക്ടർ അശോകൻ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ ഉടമയാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയ ഹോസ്പിറ്റൽ തുടങ്ങി. അത് ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലാണ്. അവിടുത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതായത് അവരുടെ 3-4 ഹോസ്പിറ്റൽ ഗ്രൂപ്പിലെ ഒരു ഹോസ്പിറ്റലാണത്. എന്തായാലും അശോകന് സ്വാഗതം. സന്ദീപിന് ഐബിസ് ഗ്രൂപ്പിൻ്റെ ആണ് സന്ദീപ്. സന്ദീപ് ഞങ്ങളുടെയൊക്കെ ഒരു കൊച്ചനിയനെ പോലുള്ളൊരു പയ്യനാണ്. സന്ദീപിന് പ്രത്യേകം സ്വാഗതം. പിന്നെ മൈത്ര ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ആസിഫിൻ്റെ പ്രത്യേകം സ്വാഗതം. പിന്നെ ദിനേശിൻ്റെ ബ്രദറും രണ്ടുപേരും പുതിയതായിട്ട് വിൻസ്മേറ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു ബ്രാൻഡുമായിട്ട് അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഗോൾഡ് ബിസിനസ്സിൽ ആദ്യത്തെ ഷോറൂം കോഴിക്കോട് തുറന്നു. ഈ മാസം തന്നെ അവരുടെ 4 ഷോറൂമും കൂടെ തുടങ്ങുന്നുണ്ട്. മോഹൻലാലാണ് അവരുടെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അവർ ഗോൾഡിൽ കുറേ വർഷമായിട്ട് ഹോൾസെയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന അവർ ഇപ്പോൾ റീറ്റെയിലിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സ്വാഗതം. എല്ലാം നന്നായിരിക്കട്ടെ. 2 സഹോദരന്മാരാണ്. 2 അല്ല, ഇവർ 3-4 പേരാണ്. 4 സഹോദരങ്ങളാണ്. കണ്ണൂർ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ്. കണ്ണൂരിൽ അവരുടെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്. ഹോൾസെയിൽ ഈ ജുവൽ മാനുഫാക്ചറിങ് ഒരു ഹോൾസെയിൽ ബിസിനസ് ഒരു വലിയൊരു ഫാക്ടറി അവിടെ നടത്തുന്നുണ്ട്. അത് വളരെ ഗംഭീരമായ രീതിയിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് അവർ ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് എമിഷൻ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ ചെയ്തുകൊണ്ടുവരുന്ന ഒരു ഫാക്ടറിയാണത്. അപ്പോൾ അവരും പുതിയ ഈ സ്വർണ്ണ ബിസിനസ്സിലേക്ക് അവരും എത്തിപ്പെട്ടിരിക്കുകയാണ്. റീറ്റെയിൽ ബിസിനസ് വർഷങ്ങളായിട്ട് സ്വർണ്ണ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് എനിക്ക് പറയാനുള്ളത് പോൾമാൻ മീഡിയയിലെ ഷൈന് ഈ മീഡിയ ബിസിനസ്സിലെ ഏറ്റവും വലിയ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ആളാണ് ഷൈന് സ്വാഗതം. സിബിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാൽ സിബി എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്. സിബി സിനിമാ ബിസിനസ്സും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചാവറ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ട് സിബിക്ക് ഒരു അഡ്വർടൈസിംഗ് ഫേം കേരളം അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു അഡ്വർടൈസിംഗ് ഫേമാണ്. പോരാത്തതിന് ഒത്തിരി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് സിബി. അപ്പം അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി സിബിയുടെ പടമാണ്. അപ്പം സിബി ഇന്നലെ തുടങ്ങിയല്ല സിനിമാ ബിസിനസ്, കുറേ നാളായി. അപ്പം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഓരോരുത്തരെയും ഇവിടെ വന്ന് ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും ഞാൻ പറഞ്ഞു സമയല്ല ഞാൻ പറഞ്ഞു അത് ആദ്യം പറഞ്ഞ അവിടാണ്. ആദ്യമാണ് മാഡത്തിന് ആദ്യമേ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആദ്യം സ്ത്രീകളെ വേണമല്ലോ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അതേപോലെ എന്തായാലും ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം വരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊക്കെ വേണം ജനം ടിവിയെ സപ്പോർട്ട് ചെയ്യാൻ. ഇത്രയും കൊല്ലം ഞങ്ങൾ എല്ലാ 10 കൊല്ലമായി. ഇത് ജനം ടി വിയുടെ 10ാമത്തെ വർഷമാണ്. 10 വർഷവും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, അവിടെ ഇടത് മുന്നണിയും കോൺഗ്രസിൻ്റെ ഇടയിൽ കിടന്ന് ഞങ്ങൾ ഞെരുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ജനം ടി വി എന്ന് പറയുന്നത്. പലരും നമ്മളോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ ആ അകലം കുറഞ്ഞു വരികയാണ്. അപ്പം അത് നമുക്ക് മുമ്പോട്ട് നമ്മളെ നയിക്കാൻ നിങ്ങളുടെയൊക്കെ ഒരു കൈത്താങ്ങ് ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പ്രത്യേകം ഇവിടുത്തെ മീഡിയ ഇത് മുമ്പോട്ട് നയിക്കുന്ന ഈ ഷൈനും നമ്മുടെ സിബിയൊക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഇപ്പം തന്നു തുടങ്ങി. സിബിയെ ഞാൻ 2-3 പ്രാവശ്യം ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ അവിടോട്ടൊന്ന് ഒരു എൻട്രി കിട്ടിയത്. അതുവരെ
ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താലേ ഇതുപോലൊരു ചാനൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതിനൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവണം. നമ്മൾ ഈ 10ാം വർഷം നമ്മൾ വലിയൊരു ഇതിലേക്കൊരു കുതിപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ വർഷം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ ജനം TV ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ട്. അതിൻ്റെ ദൂരെ ഒരു വെളിച്ചം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതെന്തായാലും അടുത്ത ഈ ഫൈനാൻഷ്യൽ ഇയറോടുകൂടി നമ്മൾ അത് നേടും. അതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. പോരാത്തതിന് ഇവിടെ നമ്മുടെ ജനം TVയുടെ എല്ലാ ബ്യൂറോയിൽ നിന്നുമൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്വാഗതം. പോരാത്തതിന് ഞങ്ങളുടെ ഗ്രാസ് വാലിയിലെ പ്രേം ഇവിടെ വന്നിട്ടുണ്ട്. ഗ്രാസ് വാലി എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പുതിയ ഇതിലേക്ക് നമ്മൾ മാറി. പുതിയ സ്റ്റുഡിയോ നമ്മളിപ്പം തുടങ്ങി. സ്റ്റുഡിയോയുടെ പണി കഴിഞ്ഞു. അവിടുന്നാണ് ഇപ്പോൾ പുതിയ സംപ്രേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. ഇനിയൊരു വലിയ ലോഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പുതിയ എക്യുപ്മെൻറ്റ്സ് എല്ലാം ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പം അത് നമ്മളിവിടുത്തെ ഒരു VIP വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സഹായം ചെയ്തു തന്ന പ്രേം ഇവിടെ ഇരിപ്പുണ്ട്. പ്രേം ഇവിടെ നമ്മളെ കാണാനായിട്ട് ഇവിടെ എത്തിയ വലിയ സന്തോഷം. പ്രേമിനും പ്രത്യേകം സ്വാഗതം. പ്രേമിൻ്റെ ഫ്രണ്ടിനും ഒരു സ്വാഗതം പറയുന്നത്. അദ്ദേഹം ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പ്രേമിനെ എടുത്ത് പറയാൻ കാര്യം, ഗ്രാസ് വാലി പോലൊരു കമ്പനി ഞങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനം തന്നിട്ടാണ് ഞങ്ങൾക്കിന്ന് അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഒരു സ്റ്റുഡിയോ നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. ആ സ്റ്റുഡിയോ ഏറ്റവും മെച്ചപ്പെട്ട, എനിക്ക് പറയുന്നത് ഇപ്പം കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്റ്റുഡിയോ ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അത് നിങ്ങളവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ, അതായത് ഭാവവും രൂപവും ഒക്കെ മാറിക്കൊണ്ട് ജനം TV ഉടനെ തന്നെ പുതിയ രീതിയിലേക്ക് വരികയാണ്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് തന്നെ സംപ്രേഷണം തുടങ്ങി. ആ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ് ഇനി പുതിയ ഒരു ലോഞ്ച് നമ്മൾ നല്ല രീതിയിലൊരു വലിയ ലോഞ്ച് നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചേഞ്ചസ് ഇപ്പോൾ ഫീൽ ചെയ്യാത്തത്. അത് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് സാക്ഷിയാവും. അത് ചെയ്തു തന്ന പ്രേമിന് പ്രത്യേകം നന്ദി പറയുന്നു ഈ അവസരത്തിൽ. പിന്നെ എല്ലാവരും ഇവർക്ക് ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇല്ലാത്ത സമയത്ത് ഓടി ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജോർജ് കുര്യന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ കമ്മിങ് സർ. എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്വാഗതവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഔദ്യോഗിക പരിപാടി നാളെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫോർമൽ ഗെറ്റ് ടുഗദർ ഓഫ് ദി അവാർഡീസ് വിത്ത് ദി ഓണറബിൾ മിനിസ്റ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഒരു പ്രസംഗം ഒന്നുമല്ല. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു മാധ്യമം, ഒരു വിഷ്വൽ മീഡിയ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് കാര്യത്തിലാണ്. ഒന്നുകിൽ സത്യം പറയാതിരിക്കണം നാം വളരാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് കളവ് പറയണം. ഈ രണ്ടും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് കേരളത്തിൽ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സത്യം ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മൾ എടുത്തെത്തും. ഒരിക്കൽ 24-ലെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എത്രമാത്രം വാർത്തകൾ തമസ്കരിക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് പൈസ സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ വാർത്ത തമസ്കരിക്കാൻ, വാർത്ത കൊടുക്കാതിരിക്കാനുള്ള കഴിവാണ് നിങ്ങൾ നേടേണ്ടത് എന്ന് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയണ്ടായി. അപ്പോൾ നമ്മളിതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അവർ കേൾക്കാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ അവരോടൊപ്പം പങ്കുവയ്ക്കുവാൻ മടിക്കുന്ന അധികാരത്തിൻ്റെയും ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിസമ്മതിക്കുന്ന അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഒരുപക്ഷെ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ വലിയ സംഭവങ്ങൾ, ആരുടെയും കണ്ണിൽപ്പെടാത്തവ, അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം. അതിന് വേണ്ടത് വെറും ഒരു പ്രൊഫഷണലിസം മാത്രം പോരാ. പ്രൊഫഷണലിസം കൊണ്ടെല്ലാം നേടാൻ അതിന് വേണ്ടത് ഓണസ്റ്റ് വർക്കേഴ്സാണ്,
സത്യസന്ധരായ മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ സത്യസന്ധത ഈ മാധ്യമപ്രവർത്തനം തമ്മിൽ ചേരാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ ജനം ചാനൽ ചെയ്യുന്നത് സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിക്കുകയാണ്. സത്യം പറയാൻ കഴിയണം, സത്യം ഉറക്കെ പറയാൻ കഴിയണം. മാധ്യമം എന്തിനു വേണ്ടി? മാധ്യമം മാനവീയതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാനവീയതയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ചാനൽ സത്യത്തെ മുറുകെ പിടിച്ച് എല്ലാവിധ വൈകൃതങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. പക്ഷെ നമ്മളത് ജനത്തിൻ്റെ മനസ്സിൽ, പ്രവർത്തകരുടെ മുന്നിൽ അത്തരമൊരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അത്തരം മനുഷ്യരുടെ എണ്ണവും കൂടി വരികയാണ്. നന്മ ചെയ്യുവാൻ താല്പര്യമുള്ള, ജനങ്ങളുടെ ഇടയിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ള അത്തരം ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രേരിപ്പിച്ച്, ഇൻസ്പയർ ചെയ്യിപ്പിച്ച്, അവരെ ജനങ്ങളുടെ മുന്നിലെത്തിച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യുവാനുള്ള ശ്രമമാണ്. പക്ഷേ നമ്മുടെ മുന്നിലിരിക്കുന്ന അവാർഡിന് അർഹരായവരെല്ലാം തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന മനുഷ്യരെന്ന നിലയ്ക്ക്, ബിസിനസ്സുകാരെന്ന നിലയ്ക്കാണ് നമ്മൾ അവരെയും നാം ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം നാം മുന്നോട്ട് പോകും. അവർക്ക് വേണ്ടിയ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും. മാധ്യമത്തിലൂടെ, ഈ ജനം ചാനൽ എന്ന മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അവസരങ്ങളും ഒരുക്കി തരികയും അത്തരം ആശയത്തിലൂടെ കേരളത്തിൻ്റെ മലയാളികളെ, ലോക മലയാളികളുടെ മുമ്പിൽ കേരളത്തിൻ്റെ സത്യസന്ധമായ ഒരു വിവരം, ഇൻഫർമേഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കും. അപ്പോൾ ആ ശ്രമത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്. നിങ്ങളുടെ അതുപോലെ തന്നെ ക്രിട്ടിക്സും നിങ്ങളുടെ എത്രമാത്രം പ്രതികരണങ്ങൾ ആവശ്യമാണ്. അതെല്ലാം നാം കൊണ്ട് അതിനെ ഏറ്റവും നല്ല, കേരളത്തിൽ അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും നല്ല വായനക്കാരുള്ള, വ്യൂവർഷിപ്പുള്ള, ഏറ്റവും സമ്പന്നമായ ഒരു ചാനലായിട്ട് മാറുവാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമസ്കാരം. ശീലിച്ചതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മാർക്കറ്റാണ് പ്രശ്നം. എല്ലാവർക്കും മാർക്കറ്റിലാണ് വിജയിക്കേണ്ടത്. മീഡിയയ്ക്കും അങ്ങനെയാണ്.